സ്കൂളിലേക്ക് പഠിക്കാതെ പോകുന്ന കുട്ടിക്കല്ലേ എക്സാം ആകുമ്പോൾ ടെൻഷൻ്റെ കാര്യമുള്ളൂ. എനിക്കതില്ല, ഞാൻ വെൽ പ്രിപ്പയർഡ് ആണ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ആഞ്ചലോട്ടി ഇന്ന് മൊറോക്കോയെ നേരിടുന്നതിന് മുമ്പ് ഇന്നലെ നടത്തിയ പ്രസ് കോൺഫറൻസിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. പേടി നല്ലതാണ്. അതില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു സിംഹത്തെ കാണുമ്പോൾ അത് പൂച്ചയാണെന്ന് തെറ്റിദ്ധരിച്ചേക്കും. ഏതായാലും എൻ്റെ ടീം നല്ല കോൺഫിഡൻസിലാണ്. ഈ മത്സരം കളിക്കാൻ ഞങ്ങൾ വെൽ പ്രിപ്പയർഡ് ആണ് എന്ന് കാർലോ ആഞ്ചലോട്ടി ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചുകൊണ്ട് വേൾഡ് കപ്പിന് എത്തുന്നത്. നേരത്തെ 1994 ഇറ്റലിയുടെ അസിസ്റ്റൻ്റ് കോച്ചായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ ഹെഡ് കോച്ചായിട്ട് ക്ലബ് ഫുട്ബോളിൽ ഏറെ നേട്ടങ്ങളുണ്ടാക്കിയ ആഞ്ചലോട്ടി ഇന്ന് ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് വേൾഡ് കപ്പിൽ അരങ്ങേറ്റം കുറിക്കുകയാണ്. ബ്രസീൽ ഇന്ന് മൊറോക്കോയെ നേരിടുമ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്ന് ആഞ്ചലോട്ടിക്കറിയാം. പക്ഷേ ഏത് ടീമിനോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംഘമാണ് തൻ്റേത് എന്ന് തന്നെ ആഞ്ചലോട്ടി ഇന്നലെ ആണയിട്ട് പറയുന്നുണ്ട്. ബ്രസീലിൻ്റെ കോച്ചായിട്ട് വേൾഡ് കപ്പിനെത്തുക, ലോക ഫുട്ബോളിൽ ഏറ്റവും അധികം നേട്ടങ്ങളുണ്ടാക്കിയൊരു ടീമിൻ്റെ കോച്ചായിട്ട് എത്തുക, ഇത് തൻ്റെ കരിയറിലെ ഏറ്റവും സുവർണ നിമിഷങ്ങളാണ്. ഇത് തനിക്ക് ലഭിച്ച വലിയൊരു ആദരവാണ് എന്നുകൂടി അഭിമാനത്തോടു കൂടി ആഞ്ചലോട്ടി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ ഇന്ന് അഭിമാനം കൊള്ളുന്ന തരത്തിലുള്ളൊരു വിജയം നേടുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഏതായാലും ഈ മത്സരത്തിനുള്ള ബ്രസീൽ ടീമിൻ്റെ പ്ലേയിങ് 11 ഏതാണ്ട് തീരുമാനമായതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട അതേ രൂപത്തിലുള്ള പ്ലേയിങ് 11 കൊണ്ട് തന്നെയാണ് ടീം ഇറങ്ങാൻ പോകുന്നത്. അതായത് ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് ആലിസൺ ബെക്കർ ഉണ്ടായിരിക്കും. ഡിഫൻസിൽ ഗബ്രിയൽ മെഗലസും മാർക്കിഞ്ഞോസും സെൻറ്റർ ബാക്കുമാരുടെ റോളിലുണ്ടാകും. ഇരു പാർശ്വങ്ങളിലായിട്ട് ഡാനിലോയും അതുപോലെ അലക്സാൻഡ്രോയുമായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിലേക്ക് വരുമ്പോൾ പ്രധാനമായും 2 പേരാണ്, കാസിമിറോയും ബ്രൂണോ ഗുയിമേറസും. പിന്നെ പക്വറ്റയും ഉണ്ടാകും. മുന്നേറ്റത്തിൻ്റെ ഇരു പാർശ്വങ്ങളിലായിട്ട് വിനി ജൂനിയറും റാഫിഞ്ഞയും നിൽക്കുമ്പോൾ ഗോളടിക്കാനുള്ള ഡ്യൂട്ടി മാറ്റിയസ് കുഞ്ഞക്കാണ്. ഏതായാലും സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ എൻട്രിക്കിനെയും ഇഗോർ തിയാഗോയെയും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ബ്രസീൽ ഇന്ന് ആഫ്രിക്കൻ വെല്ലുവിളി മറികടക്കുമോ? കാത്തിരുന്ന് കാണാം.